കല്ലുംതാഴത്തെ ആറുവരിപ്പാതയുടെ ഒരു വശം ഈ മാസം 22-ന് മുമ്പ് തുറന്നുകൊടുക്കുമെന്നായിരുന്നു മന്ത്രിയോട് നാഷണൽ ഹൈവേ അതോറിറ്റികൾ പറഞ്ഞിരുന്ന ഉറപ്പ്. എന്നാൽ ആ സമയപരിധി ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ജില്ലാ കളക്ടറോട് ഈ മാസം അവസാനം എന്ന സമയപരിധിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിനുള്ളിലും പണികൾ തീരുമോ എന്നുള്ള കാര്യം വളരെ സംശയമാണ്. വളരെ ധൃതി പിടിച്ച് ചെയ്യാവുന്ന ഒരു വർക്കല്ല. മാത്രവുമല്ല, ഇത്രയും വർക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് തന്നെ നല്ല ബോധ്യമുള്ളതാണ്. ഈ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ് 40-45 ദിവസം കൊണ്ട് ഇവിടുത്തെ പണികൾ പൂർത്തിയാക്കി തുറന്നു കൊടുക്കാൻ കഴിയും എന്ന് പ്രഖ്യാപിച്ചത്. പറഞ്ഞ സമയപരിധിയുടെ ഇരട്ടിയിലധികം സമയം കഴിഞ്ഞിട്ടും പണികൾ എങ്ങും ആയില്ല എന്നുള്ളതാണ് വസ്തുത. ഉത്തരവാദിത്തപ്പെട്ടവർ കാര്യങ്ങൾ പൊതുജനങ്ങളോട് പറയുമ്പോൾ കുറെ കൂടെ കൃത്യത ഉണ്ടായിരിക്കേണ്ടതാണ്. കൊല്ലത്തെ ജനങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വർക്കാണ് കല്ലുംതാഴത്തേത്. ഇവിടുത്തെ ഗതാഗതം തുറന്നു കൊടുത്താൽ മാത്രമേ ഈ നഗരം ഒന്നാകെ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗതാഗത കുരുക്കിന് ഒരു ശമനം ഉണ്ടാവുകയുള്ളൂ. ഇനിയിപ്പോൾ ഓണക്കാലം ഇങ്ങ് വരികയാണ്. അതിനു മുന്നേ ഈ റോഡിൻ്റെ ഗതാഗത സംവിധാനം തുറന്നു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ ഓണം മുഴുവൻ ഗതാഗത കുരുക്കിൽ അകപ്പെട്ടത് തന്നെ. ഒരു നഗരം മുഴുവനായി വിയപ്പുമുട്ടുന്ന ഒരു പ്രശ്നം നാഷണൽ ഹൈവേ അതോറിറ്റി അതിൻ്റെ ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്ന് വേണം പറയാൻ. വലിയ രീതിയിലുള്ള മഴ മൂലമുള്ള തടസ്സങ്ങളോ അതുപോലെ തന്നെ മണ്ണിൻ്റെ വലിയ ക്ഷാമമോ ഒന്നും ഇല്ലാതിരിക്കെ തന്നെ ഈ വർക്കുകൾ നീണ്ടുപോകുന്നത് ശരിയായ ഒരു കണക്കൂട്ടലുകൾ ഇല്ലാതെയാണ് നടക്കുന്നത് എന്ന് വേണം കരുതാൻ. കല്ലുംതാഴം വഴിയുള്ള പൂർണ്ണമായുള്ള ആറുവരിപ്പാതയുടെ പണികൾ പൂർത്തിയാക്കാൻ ഇനിയും എന്തായാലും ഒരു മാസത്തിലധികം എടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. നല്ല രീതിയിൽ വർക്ക് നടന്നാൽ മാത്രമേ ഈ ഒരു വശത്തു കൂടിയുള്ള ഗതാഗതമെങ്കിലും ഈ 1-2 ആഴ്ചക്കുള്ളിൽ പൂർണ്ണമായി തുറന്നു കൊടുക്കാൻ കഴിയുകയുള്ളൂ. കല്ലുംതാഴം ജംഗ്ഷനിൽ അതുപോലെ ഒരു ചെറിയ പ്രശ്നമുള്ളത് പഴയ റെയിൽവേ മേൽപ്പാലം 2 വരിയായി തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ആറുവരിപ്പാത പെട്ടെന്ന് വന്ന് ഒരു 10-15 മീറ്റർ നീളത്തിൽ പെട്ടെന്ന് ഒരു ചെറിയ രീതിയിൽ ഒരു 2 വരിപ്പാതയായി മാറുമ്പോൾ അത് ഭാവിയിൽ ഗതാഗതത്തിന് എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യം അറിയില്ല. വളരെ വേഗത്തിൽ വാഹനങ്ങൾ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. ശരിയായ രീതിയിൽ മുന്നറിയിപ്പ് ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ വളരെ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കല്ലുംതാഴത്തെ സർവീസ് റോഡിൻ്റെ കാര്യത്തിൽ ചെറിയൊരു പ്രതീക്ഷ വന്നിട്ടുണ്ട്. ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി പ്രാഥമിക അംഗീകാരം നൽകി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ജനപ്രതിനിധികളും അതുപോലെ തന്നെ പൊതുജനങ്ങളും അതിൻ്റെ പിന്നിൽ കൃത്യമായി നിന്നെങ്കിൽ മാത്രമേ ഇത് സാധ്യമാക്കി എടുക്കാൻ കഴിയുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വർഷങ്ങളോളം തന്നെ ഇത് കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്.